അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽ യുക്രിം ലൈഫഹു. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അതിഥികളെ ബഹുമാനിക്കട്ടെ, അല്ലെങ്കിൽ അതിഥികളെ സൽക്കരിക്കട്ടെ. അതിഥി സൽക്കാരം ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള ഒരു മഹത്തായ കാര്യമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ, മഹാനവറുകൾ ഒരൊറ്റ ദിവസം അതിഥികളുടെ കൂടെ ഇരുന്നല്ലാതെ അദ്ദേഹം ഭക്ഷണം കഴിക്കുകയില്ല. എല്ലാ ദിവസവും അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ആരെങ്കിലും ഒരു അതിഥിയെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് അദ്ദേഹത്തിനെ സൽക്കരിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭക്ഷണം ഉണ്ടായിരുന്നുള്ളൂ. ഇനി അഥവാ ഒരു ദിവസം ആരെയും ഭക്ഷണം കഴിക്കാൻ കിട്ടിയിട്ടില്ല, അതിഥികളായിട്ട് ആരും ഇല്ല എങ്കിൽ മഹാനവറുകൾ അങ്ങാടിയിൽ പോയിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ട വ്യക്തിയെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ച് അതിഥിയായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് അവരോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചെങ്കിൽ മാത്രമേ മഹാനവറുകൾ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. അതിലൂടെയായിരുന്നു മഹാനവറുകൾ ഈ ഒരു മാതൃക നമുക്ക് കാണിച്ചു തന്നത്. നമ്മുടെ വീട്ടിലേക്ക് പലപ്പോഴും പല അതിഥികളും കടന്നു വരാറുണ്ട്. ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നാൽ അദ്ദേഹം നമ്മുടെ അതിഥിയാണ്. അതാരായാലും, നമ്മുടെ കുടുംബക്കാരായാലും, നമ്മുടെ വീട്ടുകാരായാലും, നമ്മുടെ കൂട്ടുകാരായാലും, നമുക്കൊരു പരിചയമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വന്നാൽ അദ്ദേഹം നമ്മുടെ അതിഥിയാണ്. അതിഥികളെ സൽക്കരിക്കുക എന്നുള്ളത്, അതിഥികളെ ബഹുമാനിക്കുക എന്നാണ് ഈ ഹദീസിലൂടെ പറഞ്ഞത്. ഫൽ യുക്രിം ലൈഫഹു, നിങ്ങളുടെ അതിഥികളെ ബഹുമാനിക്കുക എന്നാണ് പറഞ്ഞത്. സൽക്കരിക്കുക എന്നൊരു പ്രയോഗത്തിനപ്പുറം ബഹുമാനിക്കണം എന്നാണ് പറഞ്ഞത്. ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ ധാരാളം സൽക്കാരങ്ങൾ, കല്യാണങ്ങൾ, അതുപോലെയുള്ള പല ഫംഗ്ഷനുകൾ നടക്കാറുണ്ട്. ഇത്തരം ഫംഗ്ഷനുകൾ, ഇത്തരം പരിപാടികളിലൊക്കെ നമ്മൾ കാണിക്കുന്ന, അതിഥികളോട് കാണിക്കുന്ന പല അപമര്യാദമായിട്ട് പല കാര്യങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട്. ഈ അടുത്ത് കുറച്ച് മുമ്പായിട്ട് ഞാനിതുപോലെ ഒരു കല്യാണത്തിന് പങ്കെടുത്തു. രണ്ട് കൂട്ടരുടെയും വിവാഹം ഒരൊറ്റ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഉച്ചഭക്ഷണത്തിൻ്റെ സമയമായപ്പോഴേക്ക് ഒരുപാട് ആളുകൾ ഈ ഓഡിറ്റോറിയത്തിലേക്ക് വന്നു. ഉച്ച സമയമാണ്, ഭക്ഷണത്തിൻ്റെ സമയമായപ്പോൾ ക്ഷണിക്കപ്പെട്ട രണ്ട് വീട്ടുകാരുടെയും ക്ഷണിക്കപ്പെട്ട ആളുകൾ മുഴുവനായിട്ടും ഉച്ച സമയത്ത് കടന്നു വന്നു. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഡൈനിങ് ഹാളിൻ്റെ ആ ഡോറിനടുത്ത് വലിയ ഒരു ആൾക്കൂട്ടം, തിക്കിയും തിരക്കിയും ആളുകൾ അവിടെ ഉന്തും തള്ളുമായിട്ട് നിൽക്കുന്നു. കാരണം ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് വേണം അടുത്ത ട്രിപ്പായിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറാൻ. അപ്പോൾ അകത്തേക്ക് കയറുന്ന ആ ഡോറിൻ്റെ അടുത്ത് വലിയൊരു ആൾക്കൂട്ടം, അതും തിക്കി തിരക്കിക്കൊണ്ട് ഉന്തും തള്ളുമായിട്ട് ആളുകൾ ഡോറിന് അടുത്ത് നിൽക്കുകയാണ്. അതിൽ തന്നെ പല ആളുകളും അവിടെ ഇരുന്നു കൊണ്ട് പിറുപിറുക്കുന്നുണ്ട്. ഏതായാലും ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയി, ഇങ്ങനെ കല്യാണം ഇതാണ് അവസ്ഥ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വരുമായിരുന്നില്ല, വലിയ ബുദ്ധിമുട്ടായി, ഇടങ്ങാറായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും, ആ കൂട്ടത്തിലുള്ള പല ആളുകളും പിറുപിറുക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അത്തരം സംസാരം വരെ ഞാൻ കേട്ടു. ഇതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മൾ ക്ഷണിച്ചിട്ടാണ് അവർ വന്നിട്ടുള്ളത്. ഭക്ഷണം കാണാത്തവരോ അല്ലെങ്കിൽ നമ്മുടെ ബിരിയാണിയും മന്തിയും കിട്ടാത്തവരോ അല്ല, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്തവരൊന്നല്ല നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്. നമ്മൾ ക്ഷണിച്ചിട്ടുള്ള കൂട്ടത്തിൽ നമ്മുടെ കുടുംബക്കാരുണ്ടാകും, നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളുണ്ടാകും, എല്ലാവരും ഉണ്ടാകും. നമ്മൾ ക്ഷണിച്ചിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അവരെ വേണ്ട വിധം സൽക്കരിക്കണം, നമ്മൾ ബഹുമാനിക്കണം. അപ്പോൾ ഇതുപോലെ ധാരാളം ആളുകൾ കടന്നു വരുന്ന ഒരു സൽക്കാരമാണ്, അല്ലെങ്കിൽ ഇത്രയും ആളുകൾ വരും എന്ന് നമുക്കൊരു കണക്കുണ്ട് എങ്കിൽ, ഇത്രയും ആളുകൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൽ പകുതിയെങ്കിലും ആളുകൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അത്തരം സൗകര്യങ്ങളുള്ള വലിയ ഓഡിറ്റോറിയങ്ങളിൽ വെച്ചാകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ ചെറിയ ഒരൊറ്റ ടീമിൻ്റെ കല്യാണം മാത്രം നടത്താൻ സൗകര്യമുള്ള ഒരു ഹാളിലാണ് നമ്മൾ 10,000-2000 വരുന്ന ആളുകൾ, രണ്ട് ടീമിൻ്റെയും ആളുകൾ ഒറ്റ ഓഡിറ്റോറിയത്തിലേക്ക് വന്നാൽ വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാകും, അവർക്കത് വലിയ പ്രയാസമുണ്ടാകും എന്ന് നമ്മൾ മുൻകൂട്ടി കാണുകയും പരമാവധി ഒരൊറ്റ കല്യാണം ഒരൊറ്റ ഓഡിറ്റോറിയത്തിൽ തന്നെ വെച്ച് നടത്തുന്നതായിരിക്കും. നമ്മൾ ക്ഷണിക്കുന്ന അതിഥികളെ ബുദ്ധിമുട്ടില്ലാതെ അവരെ തിരിച്ചയക്കുന്ന അതിനായിരിക്കണം നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കല്യാണത്തിന് ശേഷം വെക്കുന്ന സൽക്കാര പരിപാടികൾ പല നാടുകളിലും ഉണ്ടാകും. വധൂവരന്മാരെ ഏതെങ്കിലും ഒരാളുടെ വീട്ടിലേക്ക്, ഒന്നുകിലോ പെണ്ണിൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ചെറുക്കൻ്റെ വീട്ടിലേക്കൊക്കെ സൽക്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ക്ഷണിക്കും. വിവാഹത്തിന് ശേഷം
ഇത്തരം സൽക്കാര പരിപാടികൾ പലയിടങ്ങളിലും ആ സൽക്കാരം നടത്തുന്ന വീട്ടുകാർ അവരുടെ അയൽവാസികളെ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും, അവരുടെ കൂട്ടുകാരെ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. കുടുംബക്കാരെല്ലാവരോടും ഒരു സമയം പറയും, 1 മണിക്കാണ് സൽക്കാരം, എല്ലാവരും വരണം. 1 മണിയാകുമ്പോഴേക്ക് നമ്മൾ ക്ഷണിക്കപ്പെട്ട നമ്മുടെ കുടുംബക്കാരും എല്ലാവരും വീട്ടിലേക്ക് എത്തും. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? മറ്റുള്ള ടീമുകാർ, വരാനുള്ള ടീമുകാർ, അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ചെറുക്കൻ്റെ വീട്ടുകാർ വരുന്നത് ഒരുപാട് സമയം വൈകിട്ടായിരിക്കും. 2 മണിയും 2:30 കഴിഞ്ഞ് 3 മണിക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ കടന്നു വരുന്നത്. ഇത്രയും സമയം ഇവിടെ വീട്ടിൽ വന്നിട്ടുള്ള നമ്മൾ ക്ഷണിച്ച് വരുത്തിയ നമ്മുടെ അതിഥികൾ, അതിൽ പല ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടായിരിക്കും. ഒരുപക്ഷെ നേരത്തിന് ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ പല പ്രയാസങ്ങളും ഉണ്ടാകുന്ന ആളുകൾ, ഗ്യാസ് പോലത്തെ അസുഖമുള്ള ആളുകളുണ്ടായിരിക്കും. ഭക്ഷണം കഴിച്ചതിന് ശേഷം കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ച ശേഷം മരുന്ന് ഗുളിക കഴിക്കേണ്ട ആളുകളുണ്ടാകും. അതുപോലെ തന്നെ പല ആളുകൾക്കും പല തിരക്കുള്ള ആളുകളുണ്ടായിരിക്കും. ഇത്തരം ആളുകളൊക്കെ നമ്മളവിടെ പിടിച്ചിരുത്തണം. കാരണം അവർക്ക് ഇതിൻ്റെ ഇടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ പോകാനും വയ്യ. കാരണം ക്ഷണിച്ചിട്ട് വന്നതാണ്, ഭക്ഷണം കഴിക്കാതെ പോയാൽ ഇവരെന്ത് കരുതും എന്ന് കരുതിയിട്ട് പല ആളുകളും അവിടെ നിർബന്ധിതാവസ്ഥയിൽ അവിടെ ഇരിക്കും. ഇതും നമ്മൾ അതിഥികളോട് ചെയ്യുന്ന ഒരു അപമര്യാദയാണ്. എന്താണ് ചെയ്യേണ്ടത്? ക്ഷണിക്കപ്പെട്ട ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ അവർക്ക് നമ്മൾ ഒരു നേരം കഴിഞ്ഞാൽ, 1 മണിക്ക് നമ്മൾ പരിപാടി വെച്ചു, എല്ലാവരും 1 മണിക്ക് അവിടെ എത്തി, ഇനി വരാനുള്ള വരൻ്റെ വീട്ടുകാർ വന്നിട്ടില്ല, അവർ എത്താൻ വൈകും എന്ന് കണ്ടാൽ കുറഞ്ഞ സമയമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതല്ല, അവരെത്താൻ ഇനിയും വൈകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ വന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. ഒരിക്കലും അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം കാത്തിരുത്തി അവർ വന്നതിന് ശേഷം ഭക്ഷണം കഴിക്കുക എന്നൊരു നിലപാട് മാറ്റിയിട്ട്, വന്ന ആളുകളും നമ്മൾ വിളിച്ചു വരുത്തിയ അതിഥികളാണ്. അവർ ചിലപ്പോൾ അയൽ വീട്ടുകാരായിരിക്കാം, കൂട്ടുകാരായിരിക്കാം, നാട്ടുകാരായിരിക്കാം, കുടുംബക്കാർ, ആരായാലും ശരി, നമ്മളൊരു സമയം വെച്ചുകൊണ്ട് ഇന്നാലിന ദിവസം ഇന്നാലിന്ന സമയത്ത് നിങ്ങൾ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു, അവർ വന്നു, അവരെ നമ്മൾ സൽക്കരിക്കുക. പിന്നീട് നമ്മൾ ക്ഷണിക്കപ്പെട്ട വരൻ്റെ വീട്ടുകാർ വന്നാൽ അവർക്ക് ആ സമയത്ത് എപ്പോഴാണോ വരുന്നത് അപ്പോൾ ആ സമയത്ത് അവർക്കും ഭക്ഷണം കൊടുക്കുക. ഒരിക്കലും തന്നെ ഒരുപാട് സമയം ഒരു ടീമിന് വേണ്ടി വന്ന ആളുകളെ വിഷമിപ്പിക്കാനുള്ള അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിർബന്ധിപ്പിച്ചുകൊണ്ട് ഭക്ഷണം അയാളുടെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു പ്രവണത പല വീടുകളിലും കാണാൻ കഴിയും. ഒരാൾ എന്ത് വലിയ സ്പെഷ്യൽ ഭക്ഷണമാണെങ്കിലും ശരി, കഴിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്ത് വലിയ കോഴിയായാലും മീനായാലും ബീഫായാലും എന്ത് ഭക്ഷണമാണെങ്കിലും നിർബന്ധിപ്പിച്ച് അയാളുടെ പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു പ്രവണത ഉണ്ടാകാൻ പാടില്ല. കാരണം പല ആളുകളും ഭക്ഷണത്തിൽ നിയന്ത്രണമുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ഒരാൾ ഒരു ഭക്ഷണം കഴിക്കുന്നതിന് ഒരുപാട് ലിമിറ്റുകളുണ്ട്. ഇത്തരം ലിമിറ്റുകളൊക്കെ കഴിഞ്ഞിട്ടും അയാൾ ഭക്ഷണം നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇത് കഴിക്കാതെ ബാക്കിയിട്ട് പോയാൽ അതൊരു മോശമാണ് എന്ന് കരുതി അദ്ദേഹം അത് വീണ്ടും വീണ്ടും കഴിക്കും. അത് അയാൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം വിശപ്പ് തീർന്നാൽ, ശരീരം പറയുന്ന ഭക്ഷണം മതി എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ അകത്തേക്ക് ഭക്ഷണം നിർബന്ധിച്ച് നമ്മൾ കഴിച്ചാൽ ആർക്കായാലും അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഭക്ഷണം നിങ്ങൾ ഇട്ട് കഴിച്ചോ എന്ന് നമ്മൾ പറയുക എന്നല്ലാതെ അയാളുടെ പ്ലേറ്റിലേക്ക് നമ്മളിങ്ങനെ വാരിക്കോരി ഇട്ട് കൊടുക്കുന്ന ഒരു പ്രവണത അതിഥികളെ സൽക്കരിക്കുകയല്ല, മറിച്ച് അതിഥികളെ ബുദ്ധിമുട്ടിക്കുന്നതിന് തുല്യമാണ്. ഇത്തരം സ്വഭാവങ്ങളും അതിഥികളോട് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ആതിഥ്യ മര്യാദകളും അതിഥികൾ പാലിക്കേണ്ട മര്യാദകളും ഒക്കെ പാലിച്ചെങ്കിൽ മാത്രമേ ഈ അതിഥി സൽക്കാരം കൊണ്ടുള്ള സുന്നത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.